നിന്നിലലിയാൻ. രചന ഹർഷാലക്ഷ്മി. അവതരണം സിദ്ധി. ഞാൻ എഴുന്നേറ്റ് കുളിച്ച് അത്താഴം കഴിക്കുന്ന മുറിയിൽ താഴേക്ക് ഇറങ്ങി. മേശ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്ന വിഭവങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മയെ നോക്കി ചോദിച്ചു, അമ്മ ഇതെന്താ ഈ കാണുന്ന? ഇതൊക്കെ ഞാൻ എങ്ങനെ കഴിക്കും? നിനക്ക് മാത്രമല്ല, ഇതൊക്കെ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളോടൊപ്പം ഒരാൾ കൂടി വരുന്നുണ്ട്. മോൾ വന്നിവിടെ ഇരിക്കെ. ഞാൻ കസേലിരുന്നു. അപ്പോഴേക്കും ആരോ കോളിംഗ് ബെൽ അടിച്ചു. എൻ്റെ അമ്മ വാതിൽ തുറന്നു കൊടുത്തു. അർജുൻ കയ്യിൽ ഒരു വലിയ പൂച്ചെണ്ടുമായി മുഖത്ത് നല്ലൊരു പുഞ്ചിരിയുമായി അകത്തേക്ക് പ്രവേശിച്ചു. എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്നെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. ഇത് വർക്ക്ഷോപ്പ് വിജയകരമായി പൂർത്തിയാക്കിയതിന്. ആ പൂച്ചെണ്ട് എനിക്ക് നൽകിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇരുന്ന് അത്താഴം കഴിച്ചതിന് ശേഷം എൻ്റെ വർക്ക്ഷോപ്പിനെക്കുറിച്ച് സംസാരിച്ചു. അത്താഴത്തിന് ശേഷം ഞങ്ങൾ ഗാർഡനിലേക്ക് പോയിരുന്നു. എനിക്ക് എതിർവശം ഇരുന്നു കൊണ്ട് അർജുൻ എന്നോട് ചോദിച്ചു, നീ ഇന്നലെ വരുമെന്നാണ് കരുതിയത്? കഴിഞ്ഞ രാത്രി എൻ്റെ മനസ്സിലൂടെ ഒരു നിമിഷം മിന്നി മറഞ്ഞു. എനിക്ക് ഓർത്തപ്പോൾ നാണം വന്നെങ്കിലും എൻ്റെ ഉള്ളിലെ ആവേശം അടിച്ചമർത്തിക്കൊണ്ട് ഞാൻ അവനോട് മറുപടി പറഞ്ഞു, എന്നോട് ചോദിക്കരുത് എൻ്റെ മോനെ. അവിടെ ഒടുക്കത്തെ കൊടുങ്കാറ്റും മഴയുമായിരുന്നു. അതെ, പക്ഷെ മാനവ് അവിടെ സഹായിക്കാനുണ്ടായിരുന്നു. അമ്മ ഇടയിൽ കയറി പറഞ്ഞു. ഞാൻ അവിശ്വസനയോടെ അമ്മയെ നോക്കി ചോദിച്ചു, മാനവ് അവിടെ ഉണ്ടെന്ന് അമ്മ എങ്ങനെ അറിഞ്ഞു? ഞങ്ങൾ കൊടുങ്കാറ്റിനെ കുറിച്ച് കേട്ടപ്പോൾ ഞങ്ങൾ നിന്നെക്കുറിച്ച് വളരെ വേവലാതിപ്പെട്ടു. നിന്റെ അച്ഛൻ അങ്ങോട്ട് വരാൻ നിന്നതാ. പക്ഷെ അതിനൊക്കെ ഒരുപാട് സമയമെടുക്കുമല്ലോ. മിക്കവാറും ഒരു ദിവസം തന്നെ വേണ്ടിവരും. അപ്പോഴാണ് മാനവിന്റെ അമ്മ എന്നോട് പറഞ്ഞാൽ ഓർക്കുന്നത്. മാനവ് തന്റെ ബിസിനസ്സിന് വേണ്ടി ഡൽഹിയിലാണ് ഉള്ളതെന്ന്. അതുകൊണ്ട് ഞാൻ അവന്റെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അവന്റെ നമ്പർ വാങ്ങി നിന്നെക്കുറിച്ച് അവനോട് പറഞ്ഞ ഞങ്ങളാണ്. അത് കേട്ട് എനിക്കൊരു ഞെട്ടലാണ് ഉണ്ടായത്. മാനവ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗസ്റ്റ് ലെക്ചർ ആയിരുന്നു. അവനെന്നെ അപ്രതീക്ഷിതമായി കണ്ടതാണ് ആ മഴയത്താണ്. പക്ഷേ എൻ്റെ അമ്മ പറയുന്നത് അതുമായി പൊരുത്തപ്പെടുന്നില്ലല്ലോ. മാനവ് കുറച്ച് ദിവസം അവിടെ നിൽക്കുകയായിരുന്നു കരുതിയത്. പക്ഷേ അവൻ നിനക്ക് വേണ്ടി നിന്റെ കൂടെ തിരിച്ചു വന്നതാ. അതോ നീ അവനോട് കൂടെ വരാൻ പറഞ്ഞോ? അമ്മ എന്നോട് ചോദിക്കുന്നത് കേട്ടെങ്കിലും ഞാൻ എൻ്റെ ചിന്തകളിൽ മുഴുകിയിരുന്നു. വിടർന്ന കണ്ണുകളോടെ ഞാൻ അമ്മയെ നോക്കി. ഇല്ലല്ലോ അമ്മേ, ഇന്ന് രാവിലെ ആ സ്ഥാപനത്തിൽ പുറത്ത് ഞാൻ അവനെ കണ്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട്. ഞാൻ എൻ്റെ അമ്മയോട് കള്ളം പറഞ്ഞു. കാരണം ഞാൻ അവനോടൊപ്പം ഒരു രാത്രി ചെലവഴിക്കുന്നത് അമ്മയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അമ്മ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ. അവിടെ വെച്ച് മാനവ് എന്നെ അവനോടൊപ്പം വരാൻ നിർബന്ധിച്ചു. കാലാവസ്ഥ മോശമായതുകൊണ്ടും കൊടുങ്കാറ്റുള്ളത് കൊണ്ടും എനിക്ക് ഫ്ലൈറ്റ് ഉണ്ടെന്ന് ഉറപ്പില്ലല്ലോ. പക്ഷേ അവൻ അവിടെ ബിസിനസ്സിന് വന്നതാണെന്ന് നിങ്ങൾ എന്നെക്കുറിച്ച് അവനോട് പറഞ്ഞിട്ടുണ്ടെന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അവൻ അവൻ്റെ ബിസിനസ് ആവശ്യം ക്യാൻസൽ ചെയ്തത് ചിലപ്പോൾ കൊടുങ്കാറ്റുകൊണ്ടായതുകൊണ്ടായിരിക്കും. എന്തായാലും നിനക്ക് ഉപകാരപ്പെട്ടല്ലോ. ഞാൻ അപ്പോഴേ ഒരു ഞെട്ടലോടെ അമ്മയെ കേട്ടിരുന്നു. എപ്പോഴാ അച്ഛൻ മാനവിനെ വിളിച്ചത്? എൻ്റെ നോട്ടം അച്ഛന് നേരെ നീണ്ടു. ഇന്നലെ അവിടുത്തെ കാലാവസ്ഥയെക്കുറിച്ച് ന്യൂസ് കണ്ടപ്പോൾ. എന്നിട്ട് അച്ഛൻ അവരോട് എന്താ പറഞ്ഞത്? നിന്നെ കൂട്ടിക്കൊണ്ടു പോകാനും നിനക്കായി ബസ് ടിക്കറ്റ് ഏർപ്പാടാക്കാനും ഞാൻ അവനോട് പറഞ്ഞു. എന്തിനാ അച്ഛാ അങ്ങനെ പറഞ്ഞേ? എനിക്കത് സ്വയം ചെയ്യാൻ കഴിയാത്ത കാര്യം ഒന്നുമല്ലല്ലോ. ഞാൻ ഇപ്പോഴും ചെറിയ കുട്ടിയൊന്നുമല്ല. എനിക്ക് ഇപ്പോഴും മറ്റുള്ളവരുടെ സഹായം വേണമെന്നല്ലേ അതിനർത്ഥം? അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടാവും? വിളിക്കുന്നതിന് മുൻപ് എന്നോട് വിളിച്ച് സംസാരിക്കാമായിരുന്നു. ഞാൻ ആ വർഷം മുഴുവൻ അച്ഛനോട് പറഞ്ഞു തീർത്തു. അച്ഛൻ കരയുന്നുണ്ടോ? ഉണ്ടാവണം. കൺകോണിൽ നനവ് പടർന്നിരുന്നു. ഞാൻ പറഞ്ഞു തെറ്റായിപ്പോയോ? ഞാൻ ആകെ ധർമ്മസങ്കടത്തിലായി. ഞാൻ ശ്രമിച്ചു മോളെ നിന്നെ വിളിക്കാൻ. പക്ഷേ ആ ദിവസം മുഴുവൻ നിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഞങ്ങൾ ബേസ്മെന്റ് ഓഡിറ്റോറിയത്തിൽ ആയിരുന്നതുകൊണ്ടാവാം. വീണ്ടും അച്ഛൻ്റെ ശബ്ദമുയർന്നു. അത് ഞങ്ങൾ കൂടുതൽ ടെൻഷനാക്കി. നിന്നെ എനിക്ക് അറിയാവുന്നല്ലേ. നീ ഏത് വിധേനയും എയർപോർട്ടിൽ എത്തിച്ചേരാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാം മോളെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചത്. സോറി മോളെ, വഴിതെറ്റാണ്ടിരിക്കാൻ വേണ്ടിയാ ഞാൻ അങ്ങനെ ചെയ്തത്. ഡൽഹി നിനക്ക് അറിയാത്ത സ്ഥലമല്ലേ. എനിക്ക് അവനെപ്പോലൊരു ആളുടെ സഹായം ആവശ്യമാണെന്ന് കരുതുന്നതിനേക്കാൾ നല്ലത് ഞാൻ വഴിതെറ്റുന്നതായിരുന്നു. മാനവ് ഒരാളല്ല, അവൻ നിന്റെ ഫ്രണ്ടല്ലേ, അമ്മ ഇടയിൽ കയറി പറഞ്ഞു. എന്തായാലും അമ്മ വേണ്ടായിരുന്നു. ഞാൻ എൻ്റെ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അർജുൻ അതിനിടയിൽ സംസാരിക്കാൻ തുടങ്ങി. മിന്നു, അവൻ അങ്ങനെയുള്ള ഒരാളല്ല. നിനക്ക് ക്ഷീണം കാണും, നീ പോയി വിശ്രമിക്കേ. പിന്നെ ഒരു തർക്കത്തിൽ നിൽക്കാതെ ഞാൻ എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി. ഞാൻ സോഫയിൽ ഇന്നലത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്തു. എന്തുകൊണ്ടാണ് മനുവേട്ടൻ എന്നോട് അച്ഛൻ ഫോൺ വിളിച്ച കാര്യം പറയാഞ്ഞത്? ഓർക്കും തോറും മനസ്സ് പുകയാൻ തുടങ്ങി. ആ സ്ഥാപനത്തിൽ എനിക്ക് വേണ്ടിയിരിക്കുമോ അവൻ വന്നത്?
അങ്ങനെയെങ്കിൽ അവൻ അവന്റെ ബിസിനസ് മീറ്റിന് വേണ്ടെന്ന് വെച്ച് കാണും. അവൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചിട്ടുണ്ടാവും? ഞാൻ സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ലാത്തവളായി അവൻ കരുതിക്കാണില്ലേ? ആ ഒരൊറ്റ കാര്യത്തിനാണ് എനിക്ക് അച്ഛനോട് ദേഷ്യം. പെട്ടെന്നാണ് അർജുൻ എന്റെ മുറിയിലേക്ക് വന്നത്. നീ ഇനിയും ഉറങ്ങിയില്ലേ? എന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കി വെച്ച എല്ലാ നാണക്കേടുകളും ആലോചിച്ച് എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. എടി, അതിനെ പരിചരണം എന്നാ പറയാ, നാണക്കേടെന്നല്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ടാ അതൊക്കെ. അതിന് നീ അവരെ കുറ്റപ്പെടുത്തരുത്. ഓഹോ, നീ എപ്പോഴും അവരുടെ പക്ഷത്താണെന്ന് എനിക്കറിയാം. പക്ഷെ നിനക്കറിയാലോ, മാനവും ഞാനും കണ്ടുമുട്ടിയ നാൾ മുതൽ ഞങ്ങൾക്കിടെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ട്. ഇപ്പോൾ വീണ്ടും ഞാൻ അവന്റെ മുന്നിൽ ഞാൻ അച്ഛൻ ഇപ്പോൾ കൊച്ചു പെൺകുട്ടിയാണെന്ന് അവൻ കരുതിക്കാണും. മിന്നു, നീ ആരാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അവൻ എന്ത് വേണമെങ്കിലും ആലോചിച്ചോട്ടെ. നീ എന്തിനാ അതൊക്കെ ശ്രദ്ധിക്കുന്നത്? മാനവിനോട് എനിക്കുള്ള ഫീലിങ്സ് അർജുനോട് പറയണമെന്നുണ്ട്. പക്ഷേ എന്തോ എനിക്കതിന് കഴിയുന്നില്ല. പാറു, എന്റെ മനസ്സ് ഇപ്പോഴും എവിടെ ഉറച്ചു നിൽക്കുന്നില്ല. അവൾ ആരാണ്? അർജുൻ എന്റെ അരികിലിരുന്നു. നിനക്ക് എന്തു പറ്റി? കലിപ്പിലാണല്ലോ. ദേഷ്യമല്ലടാ, സങ്കടമാണ്. നീ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടതില്ലടി. മാനവ് നല്ല പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയാം. അവന് വേണമെങ്കിൽ നിന്റെ അച്ഛനെ നിഷേധിക്കാമായിരുന്നു. പക്ഷേ അവനത് ചെയ്തില്ല. അതിനർത്ഥം അയാൾ സാഹചര്യം മനസ്സിലായി എന്നാണ്. അതുകൊണ്ട് നീ ഇപ്പോ ഒന്നും ഓർക്കണ്ട, ഉറങ്ങാൻ നോക്ക്. എന്നാ പിന്നെ ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഓക്കേടാ, ഗുഡ് നൈറ്റ്. ഞാൻ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് എന്റെ കട്ടിലിൽ ചേർന്നിരുന്നു. അർജുൻ എന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. ഞാൻ കണ്ണടച്ചു കിടന്നു. വീണ്ടും മാനവിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആരെയും ഗൗനിക്കാതെ മാനവിനെ പക്ഷേ എന്റെ പപ്പ നിരസിച്ചില്ല. എനിക്ക് വേണ്ടി ബിസിനസ് മീറ്റിങ്ങുകൾ റദ്ദാക്കിയെങ്കിലും അവന് മറ്റൊരുപാട് തിരക്കുകളുണ്ടായിരിക്കണം. അപ്പോഴും അവനോടുള്ള എന്റെ വികാരങ്ങൾ എനിക്ക് വ്യക്തമല്ല. അത് കേവലം ക്രഷ് ആയിരിക്കാം, അല്ലെങ്കിൽ വെറുമൊരു അട്രാക്ഷൻ, അല്ലെങ്കിൽ അതുപരി മറ്റെന്തോ ആകാം. ഇപ്പോഴിതാ പാറു എന്ന പെൺകുട്ടി അതിനിടയിൽ കയറി വന്നിരിക്കുന്നു. അവൾ അവന്റെ കാമുകിയാണെങ്കിൽ, ഈശ്വര, അങ്ങനെ ആകല്ലേന്ന് എന്റെ പ്രാർത്ഥന. എനിക്കിനി അംഗീകരിക്കാൻ പറയും പറ്റുമോ? എന്റെ മനസ്സ് വല്ലാതെ ശാഠ്യം പിടിക്കുന്നു മാനവിന് വേണ്ടി. ഞാനിപ്പോൾ അവനുമായുള്ള പ്രണയത്തിൽ അകപ്പെട്ടു പോയി എന്നെന്റെ മനസ്സ് വളരെയധികം ശാഠ്യം പിടിച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ മാനവോട് എനിക്ക് തോന്നുന്നത് എന്തെന്ന് വികാരമായാലും എനിക്കത് എന്നേക്കുമായി ഉപേക്ഷിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ എനിക്ക് നിയന്ത്രണമില്ലാതെ ഒരു തരം അടുപ്പമാണ് അവനോട്. അവനെ കണ്ടുമുട്ടിയ ദിവസം മുതൽ എനിക്ക് എന്തുകൊണ്ടാ ശരിയായി ഉറങ്ങാൻ കഴിയുന്നില്ല. രാത്രി മുഴുവൻ ഒരു സിനിമ പോലെ അവന്റെ ചിത്രങ്ങൾ എന്റെ മനസ്സിൽ ചലിച്ചുകൊണ്ടിരുന്നു. തെല്ല നേരത്തെ ഉറക്കം വിട്ട് ഞാൻ എഴുന്നേറ്റു. ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. ഇരുട്ടാണ്. ക്ലോക്കിൽ സമയം 5 മണിയായി. എന്റെ മൊബൈൽ നോട്ടിഫിക്കേഷൻ വന്നത് കണ്ട് എന്റെ ശ്രദ്ധ മുഴുവൻ അതിൽ മാത്രമായി. ഗുഡ് മോർണിംഗ് ഡിയർ. മാനവന്റെ മെസ്സേജാണ്. അവൻ വളരെ നേരത്തെ എഴുന്നേക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അവന്റെ രണ്ടാമത്തെ മെസ്സേജും വന്നു. ഞാൻ നിന്നോട് പറയാൻ മറന്നു. രാവിലെ 10 മണിക്ക് മുമ്പ് മിസ് ജ്വാല മാധവനെ വിളിക്കണം. എന്നിട്ട് അവൾ എന്തു പറഞ്ഞെന്ന് എന്നെ അറിയിക്കണം. ഈ സമയത്ത് അവൻ എന്നെക്കുറിച്ച് ചിന്തിക്കുകയാണെന്ന് എന്നെ അതിശയിപ്പിച്ചു. ഞാൻ ശരിയെന്ന് മറുപടി പറഞ്ഞു. അവൻ എന്നെ ഞാനറിയാതെ ശ്രദ്ധിക്കുന്നുണ്ടോ? അതിൽ സന്തോഷിക്കണമോ വേണ്ടയോ എന്ന് എനിക്ക് ഉറപ്പില്ല താനും. ആ ചിന്തയോടെ തന്നെ ഞാൻ വീണ്ടും കണ്ണുകളടച്ചു കിടന്നു. രാവിലെ തന്നെ ഞാൻ ജ്വാല മാധവനെ വിളിച്ചു. വളരെ മധുരമൂറിയ ശബ്ദം. അവർ എന്നെ ബാംഗ്ലൂർക്ക് വരാൻ വെൽക്കം ചെയ്തു. എനിക്ക് 1 മാസം ഒറ്റയ്ക്ക് ബാംഗ്ലൂർ താമസിക്കേണ്ടി വരും. അതിന് എൻ്റെ വീട്ടുകാർ സമ്മതിക്കാൻ സാധ്യതയില്ല. അവിടെ ചെന്നാൽ എവിടെ താമസിക്കുമെന്നാണ് എൻ്റെ മുന്നിലെ ഏറ്റവും വലിയ ചോദ്യം. അപ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വീട്ടുകാരോട് ചോദിക്കണോ അതോ മാനവിനോട് സംസാരിക്കണോ? അവസാനം മാനവിനോട് തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചു. അതിലൂടെ എന്നെ ഇവിടെ അവനോടൊപ്പം പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും പറയാലോ. പിന്നെ ഞാൻ ഒന്നിനെക്കുറിച്ചും വിഷമിക്കേണ്ടതില്ലതാനും. സമയം രാവിലെ 10 മണി. അവന്റെ നമ്പർ ഡയൽ ചെയ്തു. റിംഗ് പോകുന്നുണ്ട്. ഏറെ നേരം കഴിഞ്ഞിട്ട് കോൾ എടുക്കാത്തത് കണ്ട് ഞാൻ കോൾ കട്ട് ചെയ്യാൻ ഒരുങ്ങി. ഹലോ ഡിയർ. ആശ്വാസം എന്നോണം ഞാൻ കണ്ണുകളടച്ചു നെടുവീർപ്പിട്ടു. ഹായ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, നീ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യേ. അപ്പോൾ അവനവിടെ അകത്തേക്ക് വരൂ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതോടെ അവന്റെ ഓഫീസിലാണ് ഞാൻ മനസ്സിലാക്കി. ഒരു പെൺകുട്ടി അവനുമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സാർ, അവർ ഇവിടെയുണ്ട്. ശരി, അവരെ കോൺഫറൻസ് റൂമിൽ കൊണ്ടുപോകൂ.